ഓക്കെ, ഇന്ന് നമ്മൾ SSC CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. QAയുടെ അതായത് 2025 കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, P and Q start a business. P invest rupees 90,000 for 8 months. Q invest 1,50,000 for 5 months. What is Q's share of a rupees 50,000 profit? അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ P and then Q, ഇപ്പോൾ രണ്ടുപേര് ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ എങ്ങനെയാണോ അതേ റേഷ്യോയിലായിരിക്കും പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് 90,000, അത് എത്ര 8 മാസത്തേക്ക്. അപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 90,000 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി ക്യൂവിൻ്റെ നോക്കാം, എത്ര 1,50,000 ഇൻറ്റു 5 മന്ത്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 4 സീറോയും ഈ 4 സീറോയും കട്ടാവും. പിന്നീട് നമുക്ക് 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. 3 3 9, 3 5 15. വേറെ ഒന്നും ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ 24/25 എന്ന് വരും. അപ്പോൾ ടോട്ടൽ ഷെയർ 49 യൂണിറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ 49 യൂണിറ്റിന് വരെ ടോട്ടൽ ഷെയർ 50,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ക്യാൻസൽ ആവുന്ന നമ്പർ അല്ല, അതുകൊണ്ടാണ് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിതൊരു 50 യൂണിറ്റ് ആണെന്ന് കരുതിയേ, അപ്പോൾ ഓരോ യൂണിറ്റ് 1000 വീതം വരത്തില്ലേ. അപ്പോൾ ഈ ക്യൂയുടെ ഷെയർ ഒരു 25,000 അടുപ്പിച്ചുള്ളതായിരിക്കും. അപ്പോൾ 25,000 കൂടിയൊരു വാല്യൂ ആയിരിക്കും. 25,000 കൂടിയ വാല്യൂ ഇവിടെ ഉള്ളത് 25,510 മാത്രമാണ്. അപ്പോൾ അതായിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതും പാർട്ണർഷിപ്പ് തന്നെയാണ്. രാജേഷ് സ്റ്റാർട്ടഡ് ബിസിനസ്. ഇപ്പോൾ രാജേഷ് ഉണ്ട്, ദെൻ സുരേഷ് എന്ന് പറയുന്ന വേറൊരാളെ പറയുന്നുണ്ട്, ദെൻ തുഷാർ. അപ്പോൾ 3 പേരുണ്ടാണെങ്കിൽ 3 പേരെ ഇങ്ങനെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി രാജേഷിന് നമുക്ക് നോക്കാം, ഇത്ര 1 ലക്ഷമാണ്. 1 2 3 4 5. ഇനി നമുക്ക് ഓരോരുത്തരെയൊന്ന് വായിച്ചു നോക്കാം. ആഫ്റ്റർ 5 മന്ത്സ് ആണ് സുരേഷ് ജോയിൻ ചെയ്യുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് 7 മന്ത് തുഷാർ ജോയിൻ ചെയ്തു. ഇപ്പോൾ രാജേഷിൻ്റെ ഒന്ന് പറയുന്നത്, ഇപ്പോൾ രാജേഷ് ഫുള്ള് 12 മന്ത്സും ഉണ്ടായിരിക്കും. ഒരു വർഷത്തെ കാര്യമില്ലേ പറഞ്ഞത്. ഇനി 5 മാസത്തിന് ശേഷമാണ് സുരേഷ് വന്നത്. അപ്പം ബാക്കി എത്ര മാസം ഉണ്ടായിരിക്കും സുരേഷ്? 7 മാസം ഉണ്ടായി. സുരേഷിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര? 1,50,000 ആണ്. ബാക്കി 5 അല്ലല്ലോ, 7 ആണല്ലോ. 5 അല്ല, 7 ആണ്. കാര്യം 5 മാസം കഴിഞ്ഞ് വന്നിട്ട് 7 മാസമായിരിക്കും ടോട്ടൽ അയാൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അത്രയും മാസത്തെ എടുക്കണം. ഇനി ആരാ? തുഷാർ ജോയിൻ വിത്ത് 2 lakh ആണ്. 10 ഓക്കെ, അയാൾ എത്ര മാസം? അറ്റ് ദ എൻഡ് ഓഫ് 7 മന്ത് എന്ന് പറഞ്ഞു. ഇപ്പോൾ 7 മാസം കഴിഞ്ഞിട്ട് വന്നാൽ ബാക്കി 5 മാസമായിരിക്കും. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് മുമ്പേ ചെയ്ത പോലെ എത്ര സീറോസ് ഉണ്ട്? 4 സീറോസ് ക്യാൻസൽ ചെയ്യാം. 1 2 3 4 സീറോസ് ക്യാൻസൽ ചെയ്യാം. ബാക്കി 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ 2 വരും. 5 വെച്ച് ക്യാൻസൽ ചെയ്യാൻ 3 വരും. ഇവിടെ ക്യാൻസൽ ചെയ്യാൻ 4 വരും. ഇനി 3 കൊണ്ട് എല്ലായിടത്തും പറ്റത്തില്ല. അപ്പോൾ 12 2 24, 3 7 21, 4 20. ഓക്കെ, ഇനി നമുക്ക് മൊത്തം സം എടുത്താൽ 20 40 60 65 യൂണിറ്റ് ആണ്. 65 യൂണിറ്റിന് പകരം 1,50,000 എന്ന് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ഇനി ആരുടെ കണ്ടിരിക്കേണ്ടത്? ഫൈൻഡ് ദ ഷെയർ ഓഫ് തുഷാറിൻ്റെ ഷെയർ ആണ്. തുഷാർ, അതായത് ഇതാണ്. ഓക്കെ, അപ്പോൾ 65 യൂണിറ്റ് ഇത്രയാണെങ്കിൽ 5 കൊണ്ട് ക്യാൻസൽ 13 5 65. 3 കഴിഞ്ഞിട്ട് 1 2 3 4 0 വരും. 13 യൂണിറ്റ് ഇത്രയാണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബൈ 13 ആയിരിക്കും. അതിനെ 20 കൊണ്ട് ഗുണിച്ചാൽ മതി. സോ 20 ഗുണം 3 2 3 6 കഴിഞ്ഞിട്ട് 1 2 3 4 5 1 2 3 4 5 0 വരും. അപ്പോൾ ഇവിടെ 13 ഇവിടെ നമുക്ക് ക്യാൻസൽ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഇവിടെ 13 4 52 ആണ്. 52 കഴിഞ്ഞിട്ട് 8 ഉണ്ട് 80. 13 5 65 ആവും. 13 6 ആകുമ്പം 78. ഓക്കെ, 4 6 കഴിഞ്ഞിട്ടുള്ള വാല്യൂ ഏതാ? അപ്പോൾ 4 6 കഴിഞ്ഞിട്ടുള്ള ഈ വാല്യൂ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ബാക്കി ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടി. അടുത്ത, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ബിറ്റ്വീൻ 150 and 300
ദാറ്റ് ആർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 13. ഓക്കെ, 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് ആദ്യത്തെ അവസാനത്തെ നമ്പർ കണ്ടുപിടിക്കും. അപ്പോൾ ഇതിനെ ഞാൻ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ഡിവൈഡ് ആവത്തില്ല. ഒരു 13 ബാക്കി 20 ഉണ്ട്. 20ലും അപ്പോൾ 26 ആയിരുന്നെങ്കിലോ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്പർ 156 ആ 6 കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ആ റിമൈൻഡർ വന്ന ഏതാണോ അതുകൂടെ ആഡ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ആവും. ഇനി നമുക്ക് ഇവിടെ നോക്കാം. 300നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 13 കൊണ്ട് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ആകുമ്പോൾ 26 വരെ അടങ്ങും. 26 40ൽ 3 പ്രാവശ്യം 39 വരെ. 1 ശിഷ്ടം വരും. 1 ശിഷ്ടം വരും എന്ന് അതിനർത്ഥം ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. 300 കഴിഞ്ഞ് പോകാൻ പറ്റത്തില്ല. 300 വേണ്ടേ. അപ്പോൾ 299 ആയിരിക്കും ലാസ്റ്റ് നമ്പർ. ഇവിടെ ഇനി ആവറേജ് ആണ് എന്ത് ചെയ്താൽ മതി. ഇനി ഇവിടുത്തെ നമ്പർ ഓഫ് ടൈംസ് കണ്ട് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ വെച്ചൊന്നും ചെയ്യണ്ട. എന്താ കാര്യം, ഇത് അരിത്തമാറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ അരിത്തമാറ്റിക് പ്രോഗ്രഷനിലുള്ള അതായത് 13 ആയിരിക്കുമല്ലോ ഇവരെല്ലാം ഡിഫറൻസ് ബാക്കി നമ്പറുകളെല്ലാം. അപ്പോൾ ഇതിൻ്റെ ആവറേജ് ആണ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആണ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ 299 വരെ ഞാൻ 300 എടുക്കും. അപ്പോൾ 300ഉം 455ൻ്റെ പാതി ആയിരിക്കും. 455ൻ്റെ പാതി എന്ന് പറയുമ്പോൾ എത്ര വരും? 400ൻ്റെ പാതി 200, 55ൻ്റെ പാതി 27.5 ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ 227.5 ആയിരിക്കും. ഡയറക്റ്റ് നിങ്ങളിന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആവറേജ് ഓഫ് 12 numbers is 75. The average of the first 5 numbers is 68. The average of the next 5 numbers is 20% more than the average of the first 5 numbers. The 11th number is 12 more than the 12th number. Then what is the average of the 11th and 12th number? Okay, നമുക്കതിപ്പോൾ 12 നമ്പറുകളുണ്ട് മൊത്തം. അതിൻ്റെ മൊത്തം ആവറേജ് 75 ആണെങ്കിൽ അതിൻ്റെ സം എത്ര ആയിരിക്കും? 75 × 12 ആയിരിക്കുമല്ലോ. എളുപ്പം എങ്ങനെ ഗുണിക്കാം? ഞാൻ ഈ 12നെ സ്പ്ലിറ്റ് ചെയ്യാന്ന് എഴുതാം. 4 × 3 ഗുണിക്കാനുള്ള എളുപ്പത്തിന്. അപ്പോൾ ഈ 4നെ 75 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 75നെ ഡബിൾ 180 ആണ്. അതിൻ്റെ ഡബിൾ 300 ആണ്. അപ്പോൾ 75 4 കൊണ്ട് ഗുണിച്ചാൽ 300 കിട്ടും. 300 × 3 900 ആയിരിക്കും ടോട്ടൽ സമ്മ്. ഇനി നമുക്ക് ആദ്യത്തെ 5 നമ്പർ നോക്കാം. ആദ്യത്തെ 5 നമ്പേഴ്സ്, ഇത് 5 എന്നാണ്. 5 നമ്പേഴ്സിൻ്റെ ആവറേജ് 68. അപ്പോൾ അവരുടെ സമ്മ് എത്ര ആയിരിക്കും? 68 × 5. 60 × 5 എത്രയാണ്? 300. 8 × 5 40. അപ്പോൾ 340 കിട്ടി. ഓക്കെ, ഇനി ബാക്കി 5 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്താ പറയുക? 20% മോറെന്നാണ്. അപ്പോൾ 68ൻ്റെ 20% ആണ്. 68ൻ്റെ 20% എത്ര? 1/5 കണ്ടുപിടിക്കണം. സോ 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് 68 ഇത്. അപ്പോൾ 13 5 65. പിന്നെ ഒരു പോയിന്റ് വരും. 65 കഴിഞ്ഞാൽ 3ൻ്റെ കൂടെ 0 30 13.6 ആയിരിക്കും. എന്നുവെച്ചാൽ ഇതിൻ്റെ ആവറേജ് 68നേക്കാളും 13.6 കൂടുതലാണ്. 68-നൂടെ 13.6 കൂട്ടിയേ എത്ര കിട്ടും? 68 10 78 3 81.6. ഇനി ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണ്ടേ? സമ്മ് കാണണമെങ്കിൽ പിന്നെ 81.6നെ നമ്മൾ 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 81നെ 5 കൊണ്ട് ഗുണിക്കാൻ എളുപ്പം. എത്ര? 8 5 40. അപ്പം 405 വരും. 405ൻ്റെ കൂടെ 6 405ൻ്റെ കൂടെ 3 കൂടെ കൂട്ടണം. അപ്പം 408 ആയി. അപ്പോൾ ഇവരുടെ രണ്ടുപേരും സമ്മ എത്രയായി? 340ഉം 408ൻ്റെയും കൂടെ സമ്മ 748 ആയി. ഇനി നമുക്ക് ബാക്കി എത്ര ഉള്ളത്? 900-ൽ ബാക്കി ഒരു 152 ഉണ്ട്. ഈ 152ൻ്റെ പാതി ആയിരിക്കും ആവറേജ്. ബാക്കി 11 12 നമ്പറിൻ്റെ സമ്മായത്. 152ൻ്റെ പാതി എത്രയാണ്? 76. സിമ്പിൾ. ഓക്കെ, അടുത്ത ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. 5ാമത്തെ ക്വസ്റ്റ്യനിൽ ലാൻഡ് ലോഡ് ബോട്ട് എ പ്രോപ്പർട്ടി ഫോർ 12 lakh അല്ലേ? 10 100 1000 14 ലക്ഷം 10 ലക്ഷം 12 ലക്ഷമാണ്. ഹി വാണ്ട്സ് ടു ഏൺ 10% ആനുവൽ റിട്ടേൺ. ഇതിന് 10% എത്ര കിട്ടും? 10% വെച്ചാൽ 1,20,000. 10 100 1000 14 ലക്ഷം. ഓക്കെ, 1,20,000 രൂപയ്ക്ക് ആനുവൽ റിട്ടേൺ വേണം. ഓക്കെ, ആഫ്റ്റർ ഗിവിങ് 2500 പെർ മന്ത്. അപ്പോൾ ആ 2500 രൂപ ഇതായക്ക് ചിലവും ആകും. അപ്പോൾ നമുക്ക് വേണം 2500 കഴിഞ്ഞിട്ടുള്ളത് നോക്കില്ലേ. അതായത് അപ്പോൾ അയാൾ മന്ത്ലി ചാർജ് ചെയ്യേണ്ടത് എത്ര? ഈ 2500 വീതം അയാൾക്ക് 2500 വീതം 12 മാസം ചിലവാകും. ഞാൻ പറഞ്ഞു 25നെ ഇവിടെ ആദ്യമേ ഇത് 4 × 3 എന്ന് വിചാരിച്ചാൽ 25നെ 4 കൊണ്ട് ഗുണിച്ചാൽ 100 കിട്ടും. ആ 100നെ 3 കൊണ്ട് ഗുണിച്ചാൽ 300. അപ്പോൾ 300 കഴിഞ്ഞിട്ട് 2 0 ആയിരിക്കും. ഓക്കെ, അതായത് 30,000 ആയിരിക്കും. ഓക്കെ, അപ്പം 30,000 ഇപ്പം 12,000 ഈ 1,20,000 പോരാ. അതിൻ്റെ കൂടെ 30,000 കൂടെ കൂട്ടി 1,50,000 കിട്ടണം അയാൾക്ക്. എന്നാലല്ലേ അയാൾക്ക് ഈ 2,500 രൂപ ഇതോടെ അടച്ചു പോകാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ 1,50,000 ആയി കിട്ടണമെങ്കിൽ ഓരോ മാസം എത്ര അയാൾ റെൻറ്റ് വാങ്ങണമെന്ന്. അപ്പോൾ ഡിവൈഡ് ബൈ 12. ഒരു 12 12 30 2 12 24 60 അപ്പോൾ 125 കഴിഞ്ഞിട്ട് 0 ഉള്ളൂ. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്തല്ലേ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിതിൻ്റെ ബാക്കി ഓരോ പാർട്ടായിരിക്കും ചെയ്യുന്നത്. ബാക്കി വീഡിയോസ് ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യും. ഓക്കെ ദെൻ ബൈ.